എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇംഗ്ലണ്ടിന്റെ വിജയം തട്ടിപ്പെറിച്ച ഇന്ത്യൻ പോരാട്ട വീര്യത്തിൽ അമ്പരന്ന് നിൽക്കുകയാണ് ക്രിക്കറ്റ് ലോകമെമ്പാടും. ജയിച്ചെന്നുറപ്പിച്ച മത്സരം ഇന്ത്യ സമനിലയിലാക്കിയതല്ല, ഇംഗ്ലണ്ടിന്റെ കയ്യിൽ നിന്ന് വിജയം തട്ടിപ്പറിച്ച് സ്വന്തമാക്കുകയായിരുന്നു. ഈ അവിശ്വസനീയമായ തിരിച്ചടിയുടെ ഞെട്ടലിൽ വിരളിപൂണ്ട ഇംഗ്ലീഷ് നായകൻ ബെൻ സ്റ്റോക്സ് ഇന്ത്യൻ താരങ്ങൾക്കെതിരെ തുറന്ന പോരിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. മാഞ്ചസ്റ്ററിലെ 5ാം ദിനം ഒരു യുദ്ധക്കളമായിരുന്നു. 300-ലധികം റൺസിന്റെ കൂറ്റൻ കടവുമാണി ഇറങ്ങിയ ഇന്ത്യയ്ക്ക് തുടക്കത്തിലെ 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടപ്പോൾ ഇംഗ്ലണ്ട് വിജയം ഉറപ്പിച്ചതാണ്. എന്നാൽ സ്വന്തം രാജ്യത്തിന്റെ അഭിമാനം കാക്കാൻ ഇന്ത്യക്കാർ ഏതറ്റം വരെയും പോകുമെന്ന് അവർ അറിഞ്ഞില്ല. ശുഭ്മാൻ ഗില്ലും KL രാഹുലും ചേർന്ന് കുറിച്ചത് ഒരു പുതിയ അധ്യായമായിരുന്നു. ഗില്ലിന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് 103 റൺസിന്റെ ചരിത്ര ഇന്നിംഗ്സ്. KL രാഹുൽ 90 റൺസുമായി ഉറച്ച പിന്തുണ നൽകി. എങ്കിലും 5ാം ദിനം ഇരുവരും പുറത്തായപ്പോൾ ഇന്ത്യൻ പ്രതീക്ഷകൾക്കുമേൽ കരിനിഴൽ വീണു. ഇന്ത്യയെ താങ്ങി നിർത്തിയ 2 നെടുംതൂണുകളാണ് വീണത്. ഇനി ആര് രക്ഷിക്കും എന്ന ചോദ്യത്തിന് ഇംഗ്ലീഷ് ബൌളർമാർ ആഘോഷം തുടങ്ങി. പക്ഷേ അവർ രവീന്ദ്ര ജഡേജയെയും വാഷിംഗ്ടൺ സുന്ദരനെയും മറഞ്ഞുപോയിരുന്നു. ക്രീസിൽ ഒന്നിച്ച ഈ പുലിക്കുട്ടികൾ പിന്നീട് ഇംഗ്ലീഷ് ബൌളർമാരെ തലങ്ങും വിലങ്ങും പായിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതൊരു പ്രതിരോധമായിരുന്നില്ല, കനത്ത പ്രത്യാക്രമണമായിരുന്നു. ഇരുവരുടെയും മിന്നും സെഞ്ചുറി പ്രകടനത്തിനു മുന്നിൽ ഇംഗ്ലണ്ടിന്റെ വിജയസ്വപ്നങ്ങൾ ഓരോന്നായി കരിഞ്ഞുതീർന്നു. ഇതൊരു സമനിലയായിരുന്നില്ല, ഇംഗ്ലണ്ടിന്റെ അഹന്തയ്ക്ക് പെട്ടിയ കനത്ത പ്രഹരമായിരുന്നു. പരമ്പരയിൽ തങ്ങളെ എഴുതിത്തള്ളാനാവില്ലെന്ന ഇന്ത്യയുടെ പ്രഖ്യാപനം കൂടിയായിരുന്നു അത്. എന്നാൽ മത്സരശേഷം രോഷാകുലനായ ബെൻ സ്റ്റോക്സിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഇത് ക്രിക്കറ്റല്ല, അതിനേക്കാൾ വലുതെന്തോ ആണ് ഇന്ന് സംഭവിച്ചത്. എന്റെ കരിയറിലെ ഏറ്റവും വലിയ ഞെട്ടലുകളിലൊന്നാണിത്. സത്യം പറയാമല്ലോ, രാഹുലും ഗില്ലും പുറത്തായപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ പരമ്പര വിജയം ആഘോഷിച്ചു കഴിഞ്ഞിരുന്നു. ഡ്രസ്സിംഗ് റൂമിൽ ഷാമ്പയിൻ പൊട്ടിക്കുന്നതിനെക്കുറിച്ചായിരുന്നു എന്റെ ചിന്ത. ആ അമിത ആത്മവിശ്വാസമാണ് ഞങ്ങളെ ചതിച്ചത്. ജഡേജയും സുന്ദരും ക്രീസിലേക്ക് വന്നപ്പോൾ ഏതാനും ഓവറുകൾക്കുള്ളിൽ കളി തീർക്കാമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ അവരുടെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, പകരം തീയായിരുന്നു. ഓരോ പന്തെറിഞ്ഞു കഴിയുമ്പോഴും ഞങ്ങളുടെ തന്ത്രങ്ങൾ ഒന്നൊന്നായി പാളിപ്പോവുകയായിരുന്നു. ലോകോത്തര ബൌളർമാരായ ഞങ്ങൾ വെറും കാഴ്ചക്കാരായി നിസ്സഹായരായി നോക്കി നിന്നു. അവരുടെ ഓരോ റണ്ണും ഞങ്ങളുടെ ഹൃദയത്തിൽ തറച്ച ആണികളായിരുന്നു. ഈ സമനില ഒരു തോൽവിയേക്കാൾ 100 ഇരട്ടി വേദനാജനകമാണ്. ഈ അപമാനം ഞങ്ങൾ ജീവിതത്തിൽ മറക്കില്ല. ഞങ്ങൾ തിരികെ വരും. ശുഭ്മാൻ ഗിൽ, രാഹുൽ, രവീന്ദ്ര ജഡേജ, സുന്ദർ, നിങ്ങളുടെ ഈ ചിരി അധികനാൾ നീണ്ടു നിൽക്കില്ല. അടുത്ത മത്സരത്തിൽ ഈ കണക്ക് ഞങ്ങൾ പലിശ സഹിതം തീർക്കും. ഇത് ബെൻ സ്റ്റോക്സിന്റെ വാക്കാണ്. സ്റ്റോക്സ് ശുഭിതനാണ്, കാരണം കയ്യിലുണ്ടായിരുന്ന പരമ്പര വിജയമാണ് ഇന്ത്യ തട്ടിത്തെറിപ്പിച്ചത്. എന്നാൽ ഇത് ഒന്നിന്റെയും അവസാനമല്ല, പുതിയൊരു യുദ്ധത്തിന്റെ തുടക്കം മാത്രമാണ്. 2 ടീമുകളും തമ്മിലുള്ള വ്യക്തിപരമായ പകപോക്കലാണ്. അടുത്ത മത്സരത്തിനായി ലോകം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്. അതിൽ എന്തായാലും ജയിച്ച ഇന്ത്യ പരമ്പര സമനില പിടിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.